16:11. Psalms 16:11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. കണ്ടോ, ദൈവം എന്റെ നന്മയാണ്, എന്റെ ഓഹരിയാണ്. ജീവന്റെ വഴി കാണിച്ചു തരുന്നൊരു ദൈവം. ഇവിടെ ജീവിക്കുന്ന ജീവിതാനുഭവം മാത്രമല്ല, അങ്ങ് മരണത്തിനപ്പുറം നിത്യജീവൻ വരെ ലഭിക്കുന്ന ജീവന്റെ വഴി, ഹല്ലേലൂയ, വേ ഓഫ് ലൈഫ് കാണിച്ചു തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈ അനുഭവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ ജീവന്റെ വഴി കാണിച്ചു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. എന്നിട്ട് നിന്റെ സന്നദ്ധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലതുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. ഇന്നത്തെ ആലോചന ഇതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരിക്കുന്നവന് ലഭിക്കുന്ന അനുഗ്രഹം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നദ്ധിയിലായിരിക്കുന്നവന് ലഭിക്കുന്ന അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നദ്ധിയാണ്. അവിടുന്ന് എന്നെ അറിയിക്കുന്നു, തിരുസന്നിധിയിൽ അവിടുന്ന് എന്നെ ആനന്ദത്താൽ നിറയ്ക്കും, അവിടുത്തെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധി, ഉറക്കെ പറ, ദൈവത്തിന്റെ സന്നിധി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സന്നിധി ഇരിക്കുന്നവരോട് പറയുന്നു, ജീവന്റെ വഴി നീ കാണിക്കും. അടുത്തത്, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന് സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം ഇരിക്കുന്നത്, ആ സന്തോഷം ഇരിക്കുന്നത് ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നതാണ്. സങ്കീർത്തനക്കാരൻ പറയാം, നീ ഒഴികെ എനിക്ക് വേറൊരു നന്മയില്ല. കാരണം നിന്നെ വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ ലോകപ്രകാരം നന്മയെന്ന് പറഞ്ഞാലും അത് ഈ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ള നന്മയല്ല. അതിൽ ഇവിടെ ജീവിക്കാനുള്ള എന്തെങ്കിലും വഴി കിട്ടുന്നത് മാത്രമാണ്. പക്ഷെ എന്റെ കർത്താവിന്റെ സന്നിധി ഇരിക്കുന്നവന് ഇവിടെ ജീവിക്കാനുള്ള വഴി മാത്രമല്ല, നിന്റെ മരണത്തിനപ്പുറവും യുഗായുഗം നിത്യതയിൽ വാഴുന്ന വഴിയും എന്നെ ദൈവം കാണിച്ചു തരും. ദൈവസന്നിധിയുടെ പ്രത്യേകത എന്താ അറിയാമോ? ഹല്ലേലൂയ. വഴിയില്ലാത്ത നിനക്ക് ഈ മരുഭൂമി യാത്രയിൽ നിനക്ക് വഴി ദൈവം തുറന്നു തരും, നിനക്ക് വഴി ദൈവം കാണിച്ചു തരും, നിനക്ക് ആലോചന പറഞ്ഞു തരും. അത് മാത്രമല്ല, അങ്ങ് നിത്യതയോളം നിനക്ക് വഴി പറഞ്ഞു തരുന്ന ദൈവം. അതാ സങ്കീർത്തന പറ, നീ എനിക്കൊരു നന്മയില്ല, നീയാണ് എന്റെ എല്ലാം. ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് സന്തോഷത്തിന്റെ പരിപൂർണത. ഈ വാക്കിന് ഭയങ്കര പ്രത്യേകതയുള്ള വചനമാണ് സങ്കീർത്തനം 16:11. അതെന്താ അങ്ങനെ പറയാൻ കാരണം അറിയാമോ? പുതിയ നിയമത്തിൽ വരുമ്പോൾ സഭയുടെ ഉദ്ഘാടനം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആദിമ സഭ, പുതുനിയമ സഭ രൂപപ്പെടുന്നതാണ്. പുതുനിയമ സഭയിലെ ആദ്യ പ്രസംഗം പത്രോസ് പ്രസംഗിച്ചു. ആ ആദ്യ പ്രസംഗത്തിൽ ആദ്യം യോവേലിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പറഞ്ഞിട്ട് അടുത്ത പറഞ്ഞ വചനമാണ് അപ്പോസ്തലപ്രവൃത്തി 2:28 കിടപ്പുണ്ട്. നീ ജീവന്റെ മാർഗ്ഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നദ്ധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞല്ലോ എന്ന് പറയുന്ന വചനം പത്രോസ് എഴുന്നേറ്റ് എടുത്ത് പ്രസംഗിച്ചു. അപ്പൊ പുതിയ നിയമസഭയിലെ ആദ്യ പ്രസംഗത്തിൽ പ്രസംഗിച്ച വചനമാണ് ഈ വചനം. കൂടി വന്ന ജനത്തോട് പറഞ്ഞ വചനമാണ് ഈ വചനം. അതെന്താ പറയുന്നേ? ദൈവം വഴി കാണിച്ചു തരും, ജീവന്റെ വഴി കാണിച്ചു തരും. ദൈവമേ, നിന്റെ സന്നദ്ധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടല്ലോ. പ്രിയരെ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിൽക്കുമ്പോഴുള്ള അനുഗ്രഹം, ആ സന്തോഷം, ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കിട്ടുന്ന ആ നിറവ്, അത് ഇവിടെയും അങ്ങ് നിത്യത വരെയും നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. നമ്മുടെ ലൈഫ് എല്ലാവരും ഇനി ശ്രദ്ധിച്ചോണം, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഒരു കമ്മ്യൂണിയൻ, ഒരു കൂട്ടായ്മ ബന്ധം. നമ്മുടെ എല്ലാം ഇനി നമ്മുടെ കർത്താവാണ്. ഈ അനുഭവത്തിൽ, അതായത് 1-ാം സ്ഥാനം ദൈവസന്നിധിക്ക് കൊടുക്കണം, ദൈവ സാന്നിധ്യത്തിന് കൊടുക്കണം. നമ്മൾ ഇന്ന് വായിച്ച വചനം എന്താണ്? ഒന്നിച്ച് ബൈബിൾ റീഡിംഗ് ചെയ്ത വചനം. ഞാൻ സാക്ഷാൽ നിങ്ങൾ
മെയിൻ കൊമ്പിൽ ചേർന്ന് വസിക്കാതെ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫലം കഴിക്കാൻ പറ്റത്തില്ല. ഒരു കൊമ്പ് മാത്രമായിട്ട് ഫലം കഴിക്കാൻ പറ്റുമോ? പറ. ആ കൊമ്പിന് എന്ത് വേണം? ആ മെയിൻ തടിയുമായിട്ട് റൂട്ടുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും. നമ്മൾ വായിച്ച വചനത്തിൽ യോഹന്നാൻ 5:15 പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയില്ല. എന്നെ പിരിഞ്ഞ്, താഴോട്ട് വായിക്കുമ്പോൾ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അവിടെ പറയുന്നു, നീ ഫലം കായ്ക്കാൻ, നിന്റെ ജീവിതം ഫലമുള്ളതായി തീരാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാകാൻ, ബ്രാഞ്ച് വന്നിട്ട് കാര്യമില്ല. ഫലം ഉണ്ടാകാൻ വീണ്ടും എപ്പോഴും ഉണ്ടായിരിക്കണം, മെയിനായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ എന്നിൽ വസിപ്പീൻ, വസിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫലം കായ്ക്കും. സങ്കീർത്തനം 92:13 ബൈബിൾ പറയുന്നു. ആ വാക്കൊന്ന് വായിച്ചേ. സങ്കീർത്തനം 92:13. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലായവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരത്തിൽ തഴയ്ക്കും. Those who that be planted in the house of the Lord. ആലയത്തിൽ നടുന്നവൻ ഫ്ലറിഷ് ആവും, തഴയ്ക്കും, അവൻ പച്ചപ്പുണ്ടാവും. അപ്പൊ എവിടെ നടണം? എവിടെ ആയിരിക്കണം? ആ ആലയത്തിലായിരിക്കണം. ദൂതെന്താ? ദൈവസന്നിധിയോട്, ദൈവ സാന്നിധ്യത്തോട്, കൊതിയോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്നവനോട് ദൂത് പറയാ, നീ തഴയ്ക്കും, നീ ഫലം കായ്ക്കും. മരുഭൂമി നിൽക്കുന്ന വാടിയതുപോലെ നീ ആകത്തില്ല. ദൈവത്തിന്റെ ആലയത്തിൽ നടുന്നവൻ അവൻ തലച്ചിരിക്കും. ഇന്ന് പകലൊരു ദൂത് പറയാ, നീ ചെറിയ വിത്താണെങ്കിലും ഉണങ്ങിയ കൊമ്പാണെങ്കിലും ഇതുവരെയുള്ള നിന്റെ അനുഭവം വരണ്ട അനുഭവമാണെങ്കിലും ഒരു ദൂത് പറയുന്നു, നീ ആലയത്തിൽ നടുന്ന, അതായത് ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നെങ്കിൽ നീ തഴയ്ക്കും. നിന്റെ ജീവിതം ഫലമില്ലാതെ പോകത്തില്ല, ഫലം ഉണ്ടാവും. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ഫലം ഉണ്ടായി കാണത്തില്ല, ഒരു നന്മ കണ്ടു കാണത്തില്ല, സന്തോഷം കണ്ടു കാണത്തില്ല. ഇതുവരെയുള്ള ജീവിതാനുഭവം ഉണങ്ങിയ വടി പോലെ ഇരിക്കുന്നത്. അഹരോന്റെ വടി എങ്ങനെ തളച്ചെന്നറിയാമോ? ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരു ഉണക്കവടി 24 മണിക്കൂർ കഴിഞ്ഞപ്പോ പൂത്തു, കായ്ച്ചു, ബദാവൃക്ഷമുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം തെരഞ്ഞെടുത്തവരാ നിങ്ങൾ ഓരോരുത്തരും. ദൈവം തെരഞ്ഞെടുത്തവരാ നിങ്ങൾ ഓരോരുത്തരും. ദൈവം തെരഞ്ഞെടുത്തത് ദൈവ സന്നദ്ധിയിൽ തന്നെ ആയിരിക്കട്ടെ. ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ തന്നെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ മീനെയൊക്കെ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. മീനെ പിടിച്ച് ഇങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് പിടിച്ച് നമ്മുടെ കയ്യിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഒരു പെടച്ചിലും ബഹളമൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അവനതറിയാം, ഹല്ലേലൂയ, ആ പെടച്ചിൽ കൊണ്ട് തീരുക. ഹല്ലേലൂയ. കാരണം അതിന് വസിക്കേണ്ടത് ഇവിടെ അല്ല, അത് വസിക്കേണ്ടത് വെള്ളത്തിലാ. വെള്ളത്തിലാ ഓക്സിജൻ ഉള്ളത്. ഇത് കാണാൻ രസമാണ്, കുറച്ച് കഴിഞ്ഞ് പെടഞ്ഞ് ചാവാനുള്ളതാ. പക്ഷെ അതിന്റെ അകത്തൊട്ടിട്ട് അത് ജീവിക്കാനുള്ളതാ. ഹല്ലേലൂയ. ദൈവ കുഞ്ഞിനോട് പറയുന്നു, നീ ലോകത്തിലുള്ളതല്ല, നീ ദൈവസന്നിധിയിലേക്ക് നിൽക്ക്. ഈ ദൈവസന്നിധി മാറി ഹല്ലേലൂയ വെളിയിലോട്ട് നിൽക്കുമ്പോൾ ഒരു പിടച്ചിലും ഒരു സന്തോഷവും മറ്റുപേരൊക്കെ എൻ്റെ കയ്യിലൊക്കെ എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. പക്ഷെ അത് അധിക നാൾ കാണത്തില്ല. നീ ജീവിക്കേണ്ടത് മീനെ നീ വെള്ളത്തിലാ എന്ന് പറയുന്ന പോലെ ദൈവവിശ്വാസിയെ നീ ദൈവത്തിന്റെ വകയായ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാൽ കൊമ്പും മുന്തിരിവള്ളി പോലെ കർത്താവിൽ വസിപ്പീൻ. ആലയത്തിൽ നടാനുള്ളതാ. തഴയ്ക്കണം. ദൈവമേ, അവിടാണ് ജീവന്റെ വഴി ദൈവം കാണിച്ചു തരും. ജീവന്റെ വഴി ദൈവസന്നിധി ഇരിക്കുന്നതിന് വഴി ദൈവം കാണിച്ചു തരും. എത്ര വഴി അടഞ്ഞ അനുഭവമാണെങ്കിലും നിനക്ക് ദൈവം വഴി കാണിച്ചു തരും. നമ്മുടെ പിതാക്കന്മാരെ ഇറക്കി തിരിച്ചിട്ട് ചെങ്കടലിൽ വഴിയില്ലെന്ന് പറഞ്ഞ് ദൈവം തിരിച്ചു വിട്ടില്ല. അവർ നോക്കുമ്പോ വമ്പൻ ചെങ്കടൽ മുമ്പിൽ, തിരിച്ച് ബാക്കിലോട്ട് നോക്കുമ്പോ പിടിക്കാൻ വരുന്ന വമ്പൻ രഥങ്ങളുമായി ഫറവോന്റെ കൂട്ടര്. ഇടത്തും വലത്തും ഓടാൻ പറ്റത്തില്ല. ഭൂപ്രകൃതി അങ്ങനെയാണ്. വലിയ കീഴ്ക്കാന്തൂരായ വലിയ മലക്കൂട്ടം. അവർ വിചാരിച്ച് ഇവിടെ തീർന്നു പോകുന്നു. പക്ഷെ ദൈവസന്നദ്ധയിൽ പാദപീഠത്തിൽ ഇരിക്കുന്ന
മോശയോട് നീ അവിടെ ഇരിക്കെ, ഞാൻ നിന്നോട് പറയാനുണ്ട്. ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവ പൈതലേ, എത്ര ഹല്ലേലൂയ കരകവിഞ്ഞൊരുകുന്ന യോർദാനാണെങ്കിലും ആർത്തിരമ്പുന്ന ചെങ്കടലിന്റെ ആഴത്തിന്റെ അനുഭവമാണല്ലോ, നിന്നെ പിടിക്കാൻ വരുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഹല്ലേലൂയ, നീ എവിടുന്ന് ഇറങ്ങി വന്നോ അവിടുന്ന് നിന്നെ പിന്തുടരുന്ന ഇരുട്ടിന്റെ പാരമ്പര്യ ശക്തികൾ നിന്നെ പിന്തുടരുന്നാലോ, ദൈവസന്നദ്ധയിൽ വസിക്കുന്നവനോട് ഒരു ദൂത് ദൈവത്തിന് ഇന്ന് പകലും പറയാനുണ്ട്. ചെങ്കടൽ പിളർന്ന് വരിയൊരുക്കിയവൻ. സാധാരണ വെള്ളം പറ്റിയാലും ഈ സമുദ്രത്തിന്റെ വെള്ളം പറ്റിയ ചെളിയാണ്, നടന്നാൽ താന്നു പോകും. പക്ഷെ ദൈവം വഴി തുറന്നപ്പോ ആ കാറ്റത്ത് ഹല്ലേലൂയ വെള്ളം മാറി നിന്നെന്ന് മാത്രമല്ല, ഉണങ്ങിയ നിലമാക്കി മാറ്റി ദൈവം. സൂപ്പർ നാച്ചുറൽ വഴി ദൈവം കാണിച്ചു കൊടുത്തു. എന്റെ ദൈവം വഴിയില്ലാത്ത നിനക്ക് പുതുവഴികളെ തുറക്കുന്ന ദൈവമാണ്. പുതുവഴി മാത്രമല്ല, അടഞ്ഞ വഴിയുടെ നടുവിൽ കൂടെ നിന്നെ നടത്താൻ ദൈവം. ചിലതിനോട് ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്, വഴിയില്ലെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടരുത്. നിന്റെ ജീവിതത്തിൽ വഴി മുട്ടി നിൽക്കുക എന്ന് പറഞ്ഞ് ഒരിക്കലും ഭാരപ്പെടരുത്. ചെങ്കടലും വഴി തുറക്കുന്ന ദൈവം. ഒരു കൊയ്ത്ത് കാലത്ത് കരചവഞ്ഞൊരുകുന്ന, ഒരിക്കലും ഒരുത്തനെ പോലും അക്കരെ കടത്തത്തില്ല. ഒരിക്കലും ഒരുത്തനെ പോലും അപ്പുറത്ത് കടത്തത്തില്ലെന്ന് പറഞ്ഞ് അടിച്ചിരമ്പുന്ന യോർദാനെ, കരകവിഞ്ഞൊരുകുന്ന യോർദാനെ നിർത്തിച്ച് മറുകര കാണിച്ച ദൈവം. ചിലതിനോട് വിശ്വസിച്ചോ, നിനക്ക് യാത്രകൾ 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 വഴി മുടക്കി വെച്ചത് ചിലതിന് എത്രയൊക്കെ നിന്നെ മറുകര കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് വഴി അടച്ചു വെച്ചാലോ, ഏത് യോർദാനും മരണ യോർദാനോ മാറിയിട്ട് യാത്രകൾ നിന്നെ മറുകര കാണിക്കും. നിന്നെ മറുകര കാണിക്കും. എന്തോ ചിലതിന്റെയൊക്കെ ജീവിതത്തിന്റെ മുമ്പിൽ, ചിലതിന്റെയൊക്കെ ലൈഫിന്റെ മുമ്പിൽ വരിയടഞ്ഞു നിന്ന, യോർദാൻ പോലെ നിന്ന, ചെങ്കടൽ പോലെ നിന്ന പോരാട്ടങ്ങൾ അഴിയട്ടെ. അല്പ മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ വഴിയില്ലാത്ത നിനക്ക് ദൈവം വഴികളെ തുറക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേ മേക്കർ, അവൻ വേ മേക്കറാണ്, വഴി തുറക്കുന്നവനാണ്, വഴി തുറക്കുന്നവനാണ്, മിറക്കിൾ വർക്കർ, അത്ഭുതം ചെയ്ത ദൈവം. ഇന്ന് കർത്താവ് ചിലതിന് വേണ്ടി ചെയ്യാൻ പോവുക. ദൈവത്തിന്റെ ആലയത്തിൽ നടന്ന് എന്തു ചെയ്യണം? ദൈവസന്നിധിയോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. ഒരിക്കൽ മോശ ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ, ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടില്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുപ്പിക്കരുതേ. മന്നയൊക്കെ തന്ന് കാടയൊക്കെ തന്ന് ഞങ്ങളെ നടത്താം, പക്ഷെ നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. നിന്റെ നന്മ മാത്രം പോരാ, നിന്റെ സാന്നിധ്യവും വേണം. നമുക്ക് എത്ര പേർക്ക് തീരുമാനം എടുക്കാം? അതോ ദൈവത്തിൽ നിന്നുള്ള വിടുതൽ മാത്രം മതിയോ നമുക്ക്? ആ ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെ വേണം. പക്ഷേ നീ നടത്തി. ഞങ്ങൾ കരഞ്ഞപ്പോ കാടകളെ കൊണ്ടെത്തിച്ചു, ചെങ്കടൽ പിളർന്നു. മന്ന വേണോ? മന്ന തന്നു, ആഹാരം തന്നു, ഇറച്ചി തന്നു. പക്ഷേ ദൈവം മുന്നോട്ട് പോകാൻ പറഞ്ഞ പറയാ, ഞങ്ങൾ മുന്നോട്ട് പോയാ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് കിട്ടും, പക്ഷെ നിന്റെ സാന്നിധ്യം. അപ്പൊ ദൈവം പറയുന്നുണ്ട്, പുറപ്പാട് 33:14, ഞാൻ വായിച്ചോളാം. പുറപ്പാട് 33:14, അതിനവൻ, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ദൈവ സാന്നിധ്യം കൂടെ വരുമ്പോ ലഭിക്കുന്നത് സ്വസ്ഥതയാണ്. നന്മകൾ കിട്ടാം, പക്ഷെ ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ അസ്വസ്ഥപ്പെടും. പക്ഷെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നീ സ്വസ്ഥത അനുഭവിക്കും.
പക്ഷെ പറയാ, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ പുറത്ത്. അതിന് യേശു ഈ ഭൂമിയിൽ നേരത്തെ എന്തോ പറഞ്ഞ വളരെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ്, ലോകത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവേ, ക്ഷീണിതരെ, മനസ്സുടഞ്ഞവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ ദൈവസന്നദ്ധിയാണ് നമുക്ക് ആശ്വാസം. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, നിന്റെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, ദൈവസന്നിധിയിലേക്ക് വാ. യേശു പറഞ്ഞ ഏറ്റവും വലിയ പ്രോമിസാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങൾക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം ഒന്നാം സ്ഥാനം എന്തിനാ വേണ്ടേ? ദൈവസന്നിധി വരുന്നു. ഈ ദൈവസന്നിധിയിൽ വരുമ്പോ നമ്മുടെ കുഴയുന്ന അനുഭവം അങ്ങ് മാറും. ഞാൻ നേരത്തെ പറഞ്ഞ മീൻ കിടന്ന് പെടയാൻ കാരണം എന്നറിയാം, ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നോണ്ട്. ആ വെള്ളത്തിൽ കിടന്ന അതിന് പറ്റിയ അന്തരീക്ഷം, സത്യം പറഞ്ഞ ദൈവമക്കൾക്ക് പറ്റിയ അന്തരീക്ഷം ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ സന്നദ്ധിയാണ്. അതിനപ്പുറത്ത് വേറൊരു സന്തോഷവും സമാധാനവും മനുഷ്യ ജീവിതത്തിൽ ഇല്ല. ഞാൻ പറയാം, എത്ര പ്രശ്നം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും അല്പം മിനിറ്റ് ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് കരയോ ബൈബിൾ വായിക്കും, കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാമോ? ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത സമാധാനം സെക്കൻഡ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവം നിറയ്ക്കും. വെറുതെ പറയുന്നല്ല, ലഭിക്കും. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ എനിക്ക് മൈക്കും പിടിച്ചോണ്ടിരിക്കുന്ന നമുക്കൊരു പ്രശ്നം അല്ല, ചിലപ്പോ നിങ്ങളെക്കാൾ 100 മടങ്ങ് പ്രശ്നങ്ങളെയും പലതിനും ഫേസ് ചെയ്തായിരിക്കും നമ്മൾ നിൽക്കുന്നേ. പക്ഷെ എന്താ ഇത്ര ധൈര്യത്തോടെ നിൽക്കാൻ കാരണം? അപ്പം തരുന്ന സമാധാനം നമ്മുടെ ആരുടെ കഴിവല്ല, ദൈവം തരുന്ന പീസ്. ദൈവസന്നിധി അത് അധ്വാനിക്കുക. നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വസിപ്പിക്കുന്ന എങ്ങനാ? ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന, അല്ലെ ഒരാളെ തോളത്ത് തട്ടും, പോട്ടെന്ന് പറയും. ചിലർക്ക് ചില ആശ്വാസം കിട്ടണം, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എങ്ങനെയൊക്കെ ചെയ്താലേ ചിലർക്ക് എന്ത് ചെയ്യത്തുള്ളൂ. എന്റെ ദൈവം അങ്ങനെ തട്ടേണ്ടതിനെ തട്ടും, ആശ്വസിപ്പിക്കേണ്ട ആശ്വസിപ്പിക്കാം, തലോടനെ തടയോടണം. ചിലതൊക്കെ തന്ന് നിന്നെ ആശ്വസിപ്പിക്കണമെങ്കിൽ അതും എന്റെ ദൈവം ചെയ്യും. ദൈവം ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ദൈവ സന്നിധിയോട് ചേർന്നിരിക്കുന്നത്. ഒരു സംഭവം ശ്രദ്ധിച്ചു, അതൊന്ന് ശ്രദ്ധിക്കണം. ലൂക്കോസ് 10-ാം അധ്യായം അതിന്റെ 38 വാക്യങ്ങൾ വായിച്ചു. ഇതൊരു വലിയ ദൈവനിർവ്വഹ കർത്താവത്തിന്റെ അകത്ത് ചെയ്യാൻ പോവാ. ഞാൻ ഈ ശാന്തമായി പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് കയറി നിങ്ങൾ ഈ വചനത്തെ ഒന്ന് സ്വീകരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന് 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നിർത്തി വായിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 38 ഫോളോയിങ് അപ് ടു 42. പിന്നെ അവൻ യാത്ര പോകയിൽ, അവൻ എന്ന് ഉദ്ദേശിക്കുന്ന യേശു കർത്താവാണ്. യേശു കർത്താവ് യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ശ്രദ്ധിച്ചേ, യേശു, പിന്നെ അവൻ എന്ന് ഉദ്ദേശിക്കുന്ന യേശു കർത്താവ് യാത്ര പോയപ്പോൾ ഒരു ഗ്രാമത്തിൽ എത്തി. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ആ ഗ്രാമം ഏതാന്ന് ചോദിച്ചാൽ ബഥാനിയ. യേശു കർത്താവ് യാത്ര പോകുമ്പോൾ ബഥാനിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തി. അടുത്തത് മാർത്ത എന്നൊരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. മാർത്ത എന്ന് പറയുന്ന ഒരു സഹോദരി വീട്ടിൽ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അടുത്തത്, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ഈ മാർത്തക്ക് വീട്ടിൽ വിളിച്ച് സ്വീകരിച്ച മാർത്തക്ക് ഒരാളും കൂടെ സിസ്റ്റർ ഉണ്ട്, ഒരു സഹോദരി ഉണ്ട്. ആ സഹോദരിയുടെ പേര് മറിയ. അടുത്തത്, അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന്. പക്ഷെ ഈ മറിയ എന്തോ ചെയ്യുന്നെന്ന് അറിയാമോ? മറിയ എന്തോ ചെയ്തേ? കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. യേശു ബഥാനിയയില് ആ ഗ്രാമത്തില് ഈ വീട്ടിലെത്തി. ഗ്രാമത്തിൽ വന്നപ്പോ ആര് കൈക്കൊണ്ടുപോയി? മാർത്ത എന്ന് പറഞ്ഞ സഹോദരിയാണ് വിളിച്ചുകൊണ്ട്. അപ്പൊ ആദ്യം വന്നതോ വിളിച്ചതോ ഒന്നും അല്ല ഇവിടെ വിഷയം, അതാ പറയാൻ പോന്നെ. ചെന്നതും കണ്ടതും വിളിച്ചോണ്ട് വന്നത് ആരാ? മാർത്ത. പേര് കേട്ടല്ലേ? വിളിച്ചോണ്ട് വന്നവള് വിളിച്ച് വീട്ടിൽ ഇരുത്തി, അവള് പോയി. പക്ഷെ രണ്ടാമതൊരാളുണ്ടായത്, അവിടെ സഹോദരി, അവിടെ പേരെന്തുവാ? മറിയ. അവളെന്തോ ചെയ്തേ? കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന്. പല വിശ്വാസി ഇങ്ങനെയാണ്.
പ്രശ്നത്തിന് മധ്യത്തിൽ വിളിച്ച് കർത്താവിനെ കയറ്റും, ജീവിതത്തിൽ കയറ്റും, വീട്ടിലോട്ട് കയറ്റും. പിന്നെ അവര് പോയി. പക്ഷെ അടുത്തൊരാൾ മറിയ അവന്റെ പാദപീഠത്തിലിരുന്നു. അടുത്ത വചനം വായിക്കുമ്പോൾ മഹത്വം കാണാം. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അവള് അടുക്കള ഭയങ്കര ശുശ്രൂഷ. കർത്താവ് വന്നല്ലേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, വെള്ളം കൊടുക്കണ്ടേ, ചൂടാക്കണ്ടേ, ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ, ഭയങ്കര ശുശ്രൂഷിച്ചിട്ട് എന്ത് ചെയ്തു? വല്ല ആയെന്നാണോ? കുഴങ്ങിയിട്ട്. ഇതെന്നാ കർത്താവിനെ വിട്ട് ചെയ്യുന്നതെല്ലാം കുഴയും. നമ്മുടെ ചിന്ത എല്ലാം റെഡി ആവുന്ന, പക്ഷെ അത് കുഴയും. എന്നാ മാർത്ത വളരെ ശുശ്രൂഷ ചെയ്ത് ഉച്ചയായപ്പോ നല്ല ഫുഡ് ഉണ്ടായെന്നാണോ, അല്ലെ രാത്രി ആയപ്പോ നല്ല ഡിന്നർ ആയെന്നോ? അല്ല, അവള് ചെയ്ത് കുഴഞ്ഞു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊക്കെ കർത്താവിനെ വിളിച്ച് കൊണ്ടുവന്ന് ജീവിതത്തിലേക്കും കൂടാരത്തിലും കെട്ടിയിട്ട് കർത്ത സന്നദ്ധയിൽ ഇരിക്കാതെ മാറിപ്പോകുമ്പോ ഒരു കുഴച്ചിലുണ്ടാകും. അവൾ വന്ന് പറഞ്ഞത്, മാർത്ത വളരെ ശുശ്രൂഷയാൽ കുഴഞ്ഞിട്ട് അടുക്കൽ വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഈ സഹോദരി, ഏത് സഹോദരി? ആദ്യം വിളിച്ച് വീട്ടിൽ കയറ്റിയ മാർത്ത എന്ന സഹോദരി യേശുവിന്റെ അടുത്ത് പരാതി പറയാൻ വന്നു. കർത്താവ് എന്തോ ഞാൻ എന്റെ ഭാഷയിൽ പറയാമേ, എന്റെ ഭാഷ പറയാം, ബൈബിളിന്റെ ഭാഷയല്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാഷ പറഞ്ഞു, കണ്ണിച്ചോരയില്ലാത്ത എന്ന് പറയത്തില്ലേ, കർത്താവ് ഇതൊരു കണ്ണിച്ചോരയില്ലാത്ത പരിപാടി. ഞാൻ ആ വീട്ടിൽ കിടന്ന് ശുശ്രൂഷ ചെയ്ത് കുഴഞ്ഞ് നിന്റെ ഇവള് ഇവിടെ വന്നിരിക്കാൻ, അവളോട് പറ. ഹല്ലേലൂയ. വിചാരമല്ലേ എന്നെ വന്ന് സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും? കർത്താവ് എന്തോ ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്ത ഇരിക്കുന്നത്. ഹല്ലേലൂയ. അവളോട് പറ, എന്നെ വന്നൊന്ന് ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്ത് കുഴയുക, നിനക്കും ഇവിടെ കൂട്ടർക്കും ഒക്കെ വേണ്ടി കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കാം, ഞാൻ കുഴഞ്ഞു. അവളോട് പറ, എന്നെ വന്നൊന്ന് സഹായി. അതിന് യേശു പറഞ്ഞത് നോർമലി എന്തോ പറയേണ്ടത്? നോർമലി നമ്മൾ ചിന്തിക്കും, ശരി, നിനക്ക് സഹായിക്കാൻ ആവശ്യമുണ്ടല്ലോ, എന്നാ ഇവിടെ ഇപ്പൊ വിട്ടേക്കാം എന്നാണ് പറയുമെന്ന് ചിന്തിക്കുക. യേശു പറഞ്ഞെന്താണ്? കർത്താവ് അവളോട് 41 കാണിച്ചു മോനെ, 41. കർത്താവ് മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി നീ അങ്ങ് പലതിനെ ചൊല്ലി അങ്ങ് വിചാരപ്പെടുക, മനം കലങ്ങിയിരിക്കുന്നു. മനം കലങ്ങി ഇരിക്കുന്നു. യേശുവിനെ വിളിച്ചു കെട്ടിയതാരാ? നമ്മുടെ വഴിയരിക ബഥാനിയയിൽ വന്ന ഗ്രാമത്തിൽ വന്നതാ. ഇവിടെ പാർക്കെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വാന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റി. അവളാണ് ദാ ഇവിടെ കടന്ന് കുഴഞ്ഞ് മനം കലങ്ങി. ഇനി നമ്മുടെ ഭാഗത്തോട്ട് ചിന്തിച്ചേ. കർത്താവിനെ നമുക്കറിയാം, ജീവിതത്തിലേക്ക് വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു, പക്ഷെ നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധം. കൊമ്പും മുന്തിരി വെള്ളം പോലെ ചേർന്നിരിക്കാൻ പറ്റിയില്ല. ദൈവസന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, ജീവന്റെ വഴി കാണിച്ചു തരും. ഞാനൊരു മെസ്സേജ് തരാം. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നതിന്റെ ആവശ്യകത പറയുക. ദൈവസാന്നിധ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ആവശ്യകത പറയാം കേട്ടോ. യേശു പോയി സഹായിക്കാനല്ല പറഞ്ഞത്. മാർത്തേ, മാർത്തേ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെടുന്നു, മനം കലങ്ങിയിരിക്കുന്നു. അടുത്തത്, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയ ഗുഡ് പോർഷൻ അവള് തിരഞ്ഞെടുത്തേ, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. നീ ചിന്തിക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞു വിടാനാ, എന്റെ അടുത്ത് നിന്ന് മാറ്റാനാ? അല്ല, അവള് തെരഞ്ഞെടുത്തത് നല്ല അംശമാണ്. ഒരാള് വീട്ടിൽ വിളിച്ചു കയറ്റി, പക്ഷെ അവിടെ ഇരുത്തിയിട്ട് ശുശ്രൂഷയ്ക്ക് പോയി. അടുത്ത ആള് കൂടിരുന്ന് പാദപീഠത്തിലിരുന്ന് വചനം കേട്ടു. കർത്താവ് ചിലത് പറയാനാ വന്നേ, പക്ഷെ മറ്റവള് കേൾക്കുന്നില്ല. അത് കേൾക്കാതെ എന്തു ചെയ്താലും കുഴച്ചില്ല, മനം കലങ്ങി. ദൈവസന്നിധിയിലേക്ക് വന്നത് ദൈവത്തിന് എന്തോ പറയാനുണ്ട്. മാർത്തക്കറിയാം ആഹാരവും യേശുവിന് ഫുഡ് കൊടുക്കുന്ന, മറിയക്കറിയാം ഫുഡ് കൊടുക്കും, അതൊക്കെ പിന്നത്തെ കാര്യം. ആദ്യം അവന്റെ പാദപീഠത്തിലിരുന്ന് തിരുവായുവുള്ള തിരുവചനം കേൾക്കുന്നതിനപ്പുറത്ത് വേറൊരു സന്തോഷമില്ല, വേറൊരു സെലിബ്രേഷൻ ഇല്ല. യേശു വന്നതല്ല സെലിബ്രേഷൻ. മാർത്തയ്ക്ക് വീട്ടിൽ യേശു വന്നതിന്റെ സന്തോഷം, മറിയയ്ക്ക് അതല്ല സന്തോഷം. അവന്റെ പാദപീഠത്തിലിരുന്ന് തിരുവചനം കേൾക്കുന്നതാ സന്തോഷം. വിശ്വാസത്തിൽ വന്നതല്ല സന്തോഷം, അതൊക്കെ ചെറിയ സന്തോഷമാ. വിശ്വാസത്തിൽ വന്നിട്ടും കർത്താവിനെ വിടാതെ ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നതാ സന്തോഷം. അത് സന്തോഷത്തിന്റെ പരിപൂർണത.
എന്തോ ദൈവം ഈ സഭയ്ക്കകത്ത് ചിലരെ വിളിക്കുക, നീ ദൈവമായിട്ട് ചേർന്നിരിക്കുക, ദൈവപാദത്തിൽ വന്നിരിക്കുക. അതാരും അപഹരിക്കത്തില്ല, അതാരും അപഹരിക്കത്തില്ല. ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നതും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും ഒറ്റ ഒരുത്തനും തൊടാൻ പറ്റത്തില്ല. അതാണ് നന്മ, അതാണ് ഡിപ്പോസിറ്റ്, അതാണ് അത്ഭുതം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ വ്യത്യാസം മനസ്സിലായോ? അതൊരു എക്സാമ്പിളാ. മാർത്ത ആ ഒരു മോഡൽ വിശ്വാസം, മറിയ. പക്ഷെ യേശു ഏതാണ് അപ്രീഷിയേറ്റ് ചെയ്തത്? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം, ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നതാണ് നമുക്ക് ഒന്നാം സ്ഥാനം. ഇന്നൊരു തീരുമാനം എടുക്കണം, ഇന്നു മുതൽ അപ്പന്റെ സന്നദ്ധിയോടും അപ്പന്റെ വചനത്തോടും ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരിക്കും. എത്ര പേര് ഇന്നൊരു തീരുമാനം, ഈ തീരുമാനം എടുക്കുക? അതിനാണ് നമ്മുടെ ബ്ലെസ്സിങ് ഇരിക്കുന്നത്. അവർക്കൊരു അനുഗ്രഹം ഞാനിപ്പോ പറയാൻ പോകും. ദൈവസന്നിധിയിൽ കാത്തിരിക്കുക, അല്ലെങ്കിൽ ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നവനെ ദൈവം വിടത്തില്ല, ദൈവം കൈവിടത്തില്ല. വചനം കേൾക്കുക മാത്രമല്ല, അപ്പുറത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം. നിത്യജീവന്റെ വഴി മാത്രമല്ല, ഇവിടെ വഴി അടഞ്ഞിടത്തും വഴി ദൈവം തുറക്കും. നന്മ മാത്രമല്ല, പരിപൂർണ്ണ സന്തോഷം ദൈവം തരും. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ മറക്കരുത്. മാർത്ത, മറിയ, നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കാണും. ഇത് ആത്മ വെളിപ്പാടി പറഞ്ഞൊരു വചനമാണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മറക്കരുത്. രണ്ട് അനുഭവമാണ്. നമുക്കും അങ്ങനെ, നമ്മളൊക്കെ കർത്താവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിലുണ്ട്, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണം, എന്റെ ജീവിതത്തിലേക്ക് വരണം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, അങ്ങനെ രക്ഷ പ്രാപിക്കുന്നത്. നമ്മൾ വിളിച്ചു, ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിച്ചു. പക്ഷേ ഇപ്പോഴും ആ ബന്ധത്തിലാണോ? അപ്പന്റെ സന്നദ്ധിയോടാണോ ഒന്നാം സ്ഥാനം? നല്ല അംശമാണോ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? അങ്ങനെ തെരഞ്ഞെടുത്ത അവൻ കൈവിടത്തില്ല, അവൻ കൈവിടത്തില്ല. തെരഞ്ഞെടുത്ത വീട്ടിൽ പിന്നീട് ഒരു പ്രശ്നം നടന്നു. ഈ മാർത്തയുടെ മറിയയുടെ സഹോദരൻ എന്ന് പറഞ്ഞ ലാസർ മരിച്ചു. 4 ദിവസമായി നാറ്റം വെച്ചു. നാട്ടുകാർ മൊത്തം കളിയാക്കി. യേശു വന്നിട്ടും കാര്യം ചെയ്തിട്ടും ശുശ്രൂഷ ചെയ്തിട്ടും എന്താ കിട്ടിയേ? പക്ഷെ നാറ്റം വെച്ചാലും 4 ദിവസം കഴിഞ്ഞാലും എന്റെ നാഥൻ വരും നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല അംശം തിരഞ്ഞെടുക്കുന്ന നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാലോ നീ വെയിറ്റ് ചെയ്തോ. നാറ്റം വെച്ചു എന്ന് പറഞ്ഞാലും അതിന് തൊട്ട് മുമ്പ് എന്റെ ദൈവം ഇറങ്ങി വന്ന് ഒരത്ഭുതം ചെയ്യൂ. നമ്മൾ ലാസർ ഉയർത്തു, ലാസർ ഉയർത്തു എന്ന് പറയാറുണ്ട്. ഏത് വീട്ടിലാ? ഈ വീട്ടിലെ ലാസറാ ഉയർത്തേ. നല്ല അംശം തിരഞ്ഞെടുക്കുന്ന കൂടാരങ്ങളോട് പറയുന്നു, രണ്ടും നമുക്ക് വേണം. എൻ്റെ കർത്താവിനെ ക്ഷണിക്കുന്ന മനോഭാവം വേണം, കർത്താവിനെ സ്വീകരിക്കുന്ന മനോഭാവം വേണം. അപ്പോൾ തന്നെ എൻ്റെ കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്ന കർത്താവിന്റെ വചനത്തോട് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന മനോഭാവം നമുക്ക് വേണം. ഈ രണ്ട് മനോഭാവം ഉണ്ടെങ്കിൽ ഒരു ദൂത് പറയാം. നിന്റെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ, നിന്റെ വീട്ടിൽ ചില ഇടുട്ടറ കണ്ടാലോ, നിന്റെ വീട്ടിൽ 4 ദിവസം സൈലന്റ് ആയാലോ, 4 മാസം ഒന്നും നടന്നില്ലേലോ, എന്റെ നാഥൻ വരേണ്ട സമയത്ത് എന്റെ നാഥൻ വരും. ഞാൻ ചിലരോട് ദൂത് പറയാ, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ അവന്റെ സന്നദ്ധിയിലാ കാത്തിരിക്കുന്നത്. എന്നിട്ടും എനിക്കൊരു ചില പ്രശ്നം വന്നു. അയ്യോ, ചില വിഷയം ചെയ്യുന്ന പോലെ തോന്നുന്നല്ലോ, നാറുന്ന പോലെ തോന്നല്ലോ. ഭാരപ്പെടരുത്. ഈ വീടാണോ, ഈ പെദാനിയുടെ വീട്ടിലാണോ എങ്കിൽ ഏത് ലാസർ മരിച്ചാലോ എന്റെ നാഥൻ വരും. ഏത് കല്ലറയിൽ നിന്നും പുറത്തു വരും, ഏത് അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും പുറത്തു വരും.
കരങ്ങളെ തട്ടി അല്പ മിനിറ്റുകൾ കർത്താവിന് ആരാധന കൊടുത്ത് എല്ലാവരും ചേർന്ന് ഈ അന്തരീക്ഷത്തിൽ we worship you, Lord. എന്റെ കർത്താവ് വരും. ചിലരുടെ ദൈവം ഉറപ്പ് തരിക, ഇച്ചിരി ഡേറ്റ് മുന്നോട്ട് പോയാലും നാറ്റം വെച്ച് ഒന്ന് തോന്നിയാലും ചിലര് കളിയാക്കാൻ തോന്നിയാലും നീ വിടരുത്. അപ്പന്റെ പാദപീഠത്തിൽ ഇരുന്ന പൈതലാണോ, യേശുവിനെ വീട്ടിൽ വിളിച്ച വീടാണോ, വരും നിശ്ചയം. എന്റെ കർത്താവ് ഇറങ്ങുന്നൊരു സമയമുണ്ട്. നിന്റെ വിഷയം പുറത്തു വരുന്നൊരു സമയമുണ്ട്. ഒരു എക്സാമ്പിൾ ബൈബിളിൽ ശ്രദ്ധിച്ചേ. ദൈവപാദപീഠത്തിൽ മറ്റെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഇരുന്നതിന്റെ ഗുണം ഞാനിത് പ്രസംഗിക്കുന്നില്ല. നമ്മളെല്ലാവരും അങ്ങനെ മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ ജീവന്റെ വഴി വലതുഭാഗത്ത് പ്രമോദങ്ങളുണ്ട്. പ്ലഷേഴ്സ് ദൈവസന്നിധിയിലെ ഏറ്റവും വലിയ പ്ലഷർ, ആനന്ദം കിട്ടുന്നത്. 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട്. ഒരു മിനിറ്റ് അവിടെ നിൽക്കണേ. യേശുവിന്റെ അടുക്കൽ ഉപമ കേൾക്കാനും വിടുതലിനും ഒക്കെ ആയിട്ട് വലിയ കൂട്ടര് വന്നു. ആ ദിവസങ്ങളിൽ വലിയൊരു പുരുഷാരം ഉണ്ടായിരിക്കെ. ഇനി ശ്രദ്ധിച്ചോണം. ദിവസങ്ങൾ മുന്നോട്ട് പോയി. യേശുവിന്റെ വായിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ. യേശുവിന്റെ പ്രസംഗത്തിന് ഒരു പ്രത്യേകത, ഉപമകൾ ചേർത്താ പറയുന്നത്. അപ്പൊ കേട്ടോണ്ടിരിക്കാൻ എന്തുണ്ട്, ഒരിങ്ങനെ പോകും. ദൈവത്തിന്റെ വചനം, ദൈവസാന്നിധ്യത്തിൽ സൗഖ്യങ്ങൾ എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ആ ദിവസം, ഇനി വായിച്ചു, ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അവരോട്. ഈ ദിവസങ്ങളിൽ പുരുഷാരം ഒത്തിരി ഉണ്ട്, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലാത്ത ഒരു അനുഭവം ആയതുകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. ഇനി അടുത്ത വചനമാണ് ഇന്നത്തെ ദൂത്. ശ്രദ്ധിക്കുക. 2. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. ഈ പുരുഷാരം, ബഹുപുരുഷാരം, ആയിരക്കണക്കിന് ആൾക്കാർ. എത്ര നാളാ? 3 നാൾ എന്റെ കൂടെ പാർക്കുന്നു. അപ്പൊ 3 ദിവസം ഈ കൂട്ടര് മൊത്തം കർത്താവിന്റെ സന്നിധിയിലാണ്. വന്നു പോയി ഒരു സൗഖ്യം കിട്ടി പോവുകയല്ല, വചനവും വിടുതലും ഒക്കെ കേട്ട് ദൈവസന്നിധിയിൽ എത്ര ദിവസം? 3 ദിവസം. അപ്പൊ അതിന്റെ അർത്ഥം ദൈവസന്നിധിയിൽ ഇരുന്നപ്പോ ഈ 3 ദിവസം പോയത് അറിഞ്ഞതേയില്ല. ഇനി ശ്രദ്ധിച്ചേ. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ശ്രദ്ധിച്ചേ. കർത്താവ് പറയാ, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക്. ഇപ്പൊ 3 ദിവസമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന്റെ വിഷയത്തിൽ ദൈവത്തിനൊരു മനസ്സലിവുണ്ട്. ദൈവസന്നിധിയിലായിരിക്കുന്നവനെ ദൈവം അറിയുന്നു. കണ്ടോ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന്റെ ഗുണം ശ്രദ്ധിച്ചോണം. 3 ദിവസം ഇരുന്ന് ദൈവത്തിന് പറഞ്ഞുവിടാം, കർത്താവിന് പറഞ്ഞുവിടാം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആ വാക്ക് ശ്രദ്ധിച്ചോണം. ഈ പുരുഷാരം 3 നാളെ എന്റെ കൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്ക് ഒരു കമ്പാഷൻ, മനസ്സലിവ് തോന്നുന്നു. അടുത്ത വചനം. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. എന്ന വാക്ക കർത്താവ് പറയുവേ. ഇനി ഈ 3 ദിവസം കഴിഞ്ഞ് ഇവരെ വെറുതെ പറഞ്ഞയച്ചാൽ അവര് പട്ടിണി കൊണ്ട് തളർന്നു വരും. അടുത്തത്. അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അത് ചിലര് വന്നത് അല്പം ദൂരത്തുനിന്നാ വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നീ എത്ര ദൂരത്തുനിന്ന് വന്നെന്നും എത്ര നേരം നിന്നെന്നും നിന്റെ ബോഡിയുടെ കണ്ടീഷൻ എന്തെന്നും അറിയാവുന്ന ഒരു നല്ല കർത്താവ് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് വെച്ചാൽ നീ തളർന്നു വീഴുമെന്ന് ദൈവത്തിന് അറിയാം. ചിലപ്പോൾ എന്നോട് പാസ്റ്റർ, ഈ വിഷയത്തിലൊക്കെ എപ്പോഴാ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നേ? അതിനകത്ത് എന്തൊരു ദൂത്? ഞാൻ പറയും, ഒറ്റ ദൂത് ഞാൻ പറയാം. നീ തളർന്നു വീഴുന്നതിന് മുമ്പേ അത്ഭുതം നടന്നിരിക്കും. ആമേൻ.
ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരോട് ദൂത് പറയാ, നിന്റെ വീട്ടിലെ ചില പ്രശ്നത്തിന്റെ വിഷയത്തിൽ, പാസ്റ്ററെ, ബ്രദറെ, എന്റെ ജീവിതത്തിൽ എന്താ മാറ്റം? നീ വീണു പോകുന്നതിന് മുമ്പേ, നീ തളർന്നു വീഴുന്നതിന് മുമ്പേ, എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ തലമുറയ്ക്കായി, നിന്റെ കൂടാരത്തിനായി, നിന്റെ ഭാവിക്കായി, നിന്റെ ബിസിനസിനായി, നിന്റെ ജീവിതത്തിനായി, നിന്റെ വരുമാന മാർഗത്തിനായി, നിന്റെ ശരീരത്തിനായി ദൈവം പ്രവർത്തിക്കും. അവര് ചിലർ ദൂരത്ത് നല്ല വീണത്, അല്ല, ഈ ദൂരത്തേക്ക് പറഞ്ഞയച്ചാൽ ഇനിയും ബഹുദൂരം ഓടാനുള്ളതാ. അവിടെ നിന്നൊരു ദൂത് പറയാം, എന്റെ കൂട്ട് നിന്ന് 3 ദിവസം നിന്നവർക്ക് ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട്. അവർ തളർന്നു പോകും. നിനക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയുന്നു, നിനക്കും ഒരു ബഹുദൂരം യാത്ര ചെയ്യാനുള്ളതാ. ഹല്ലേലൂയ. അത് തളർന്നു വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മരുഭൂ യാത്രയിൽ എന്നാ നല്ല കർത്താവ. അടുത്തിരിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടില്ലേ? ചിലർ ബുദ്ധിമുട്ടില്ലേ? പറ, എന്നാ നല്ല കർത്താവ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞു. കർത്താവ് എന്തോ നല്ല കർത്താവ് നമ്മുടെ കർത്താവ്. നീ എത്ര നാൾ ഇരുന്നെന്നും, ഇനി എത്ര ദൂരം നിനക്ക് ഓടണമെന്നും, ഏത് സ്റ്റെപ്പ് വെച്ചാൽ നീ തളർന്നു വീഴുമെന്നും എന്റെ ദൈവത്തിന് അറിയാം. അബ്രാമിനൊരു പരീക്ഷ നേരിട്ടു. നമുക്ക് ആർക്കും നേരിടുന്ന പരീക്ഷയല്ല, ഒരു വല്ലാത്ത പരീക്ഷ. ദൈവം പറഞ്ഞു, നിന്റെ സ്വന്തം മകനെ, ആറ്റുകെട്ടുണ്ടായ കുഞ്ഞുമനെ എന്ത് ചെയ്യണം? യാഗം കഴിക്കാൻ. ഒരപ്പൻ എന്ന നിലയിൽ അവസാനത്തെ കൈ ആ കത്തി എടുത്ത് കുഞ്ഞിനെ വെട്ടാൻ പോവാ, യാഗം കഴിക്കാൻ. പക്ഷേ എത്ര ഒരപ്പനല്ലേ, അതുവരെ സഹിക്കും. ചുമന്നുകൊണ്ട് മേളിൽ പോകുന്ന സഹിക്കും, വിറക് വെച്ച് കയറ് കെട്ടുന്ന സഹിക്കും, കത്തി എടുക്കുന്ന സഹിക്കും. ഇനി ആ കത്തി താരോട്ട് പോകാൻ പോകുന്നത് അപ്പനെ സഹിക്കാൻ പറ്റത്തില്ല. ആ കത്തി താരോട്ട് പോകുന്നതിന് മുമ്പേ കത്തി ഉയർത്തിപ്പിടിച്ച് ഓങ്ങാൻ തുടങ്ങുമ്പോ തന്നെ ഒരശരീരി കേട്ടു, അബ്രാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. കാരണം ദൈവത്തിനറിയാം, അതിനപ്പുറത്ത് പോകാൻ ഒരാൾക്ക് പറ്റത്തില്ല. അതിനു മുമ്പ് ഒരു അത്ഭുതം നടക്കും. ഇനി 8:4 വായിച്ച്. 8:4. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. ഈ വാർത്തയുടെ മധ്യത്തിൽ ശിഷ്യന്മാര് പറഞ്ഞത് അസാധ്യമായ കാര്യമാണ്. ഇവിടെ എന്തോ ഏത് സ്ഥലത്താണ് ഇവര് 3 ദിവസമായിട്ട് ഇരുന്നത്? മരുഭൂമിയാ, ഉയർന്ന പ്രദേശമാണ്. കാരണം യേശു പറയുന്ന ഇന്നത്തെ ഈ പ്രസംഗം വീടുമ്പോൾ മൈക്കൊന്നുമില്ലല്ലോ. ഉയർന്നൊരു മലയുടെ അല്ലെങ്കിൽ ഒരു കല്ലിന്റെ പാറയുടെ മേളിൽ നിന്നുകൊണ്ടായിരിക്കും ഈ സംസാരിക്കുന്നത്. അതാ ഈ ബഹുപുരുഷാരത്തിന് ഇങ്ങനെ കേൾക്കാം. മരുഭൂമിയുടെ ഉയർന്ന പ്രദേശം. ഈ മരുഭൂമിയിൽ ഇത്രയും പേർക്ക് അപ്പം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ എങ്ങനെ കഴിയും? അവിടെ നിന്നൊരു ദൈവാത്മാവ് വചനത്തിൽ കൂടെ സംസാരിക്കുന്നു. ദൈവസന്നിധിയിലാണോ നീ ഇരിക്കുന്നെങ്കിലും, ചുറ്റും മരുഭൂമിയാണെങ്കിലും, എന്റെ അപ്പം നിന്റെ കരുതൽ വെളിപ്പെടും. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും കണ്ണോടിക്കുമ്പോൾ ചുറ്റും മരുഭൂമിയാണ്. ഇന്ന് ഈ വാക്ക് കേൾക്കുമ്പോഴും ദൂത് കേൾക്കുമ്പോഴും നിങ്ങളുടെ കണ്ണോടിക്കുമ്പോൾ ചുറ്റും മരുഭൂമിയാണ്. പക്ഷെ ആ മരുഭൂമിയിലും കർത്താവിന് മനസ്സലിഞ്ഞാൽ വഴി തുറക്കും. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ജീവന്റെ വഴികൾ തുറക്കുന്ന ദൈവം. ചിലരെ ആശ്വസിപ്പരെ ദൈവസന്നിധി ഇരിക്കുമ്പോഴും ചിലപ്പോൾ കാണുന്ന മരുഭൂമിയായിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഉടനെ പിറ്റേ ദിവസം തൊട്ട് നോക്കുമ്പോൾ നല്ല പച്ചിപ്പിന്റെ അനുഭവം അല്ല. ദൈവസന്നിധി ഇരിക്കുമ്പോഴും നിന്റെ കണ്ണിന്റെ ചുറ്റും 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി വേഷന്ന് വയറ് കത്തുമ്പോഴും നീ തളരുമെന്ന് തോന്നുമ്പോഴും കണ്ണിന് ചുറ്റും എന്തോ കാണുന്നേ? മരുഭൂമിയ. കണ്ണ് പറയും, നിന്റെ നോട്ടം പറയും, ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ നീ ഇരുന്ന സാന്നിധ്യം ഉണ്ടല്ലോ, ആരുടെ സന്നദ്ധിയിൽ ഇരുന്ന് ആ അപ്പം പറയും, നിന്നെ ഞാൻ തളർത്തി വിടത്തില്ല. നീ കണ്ടത് മരുഭൂമിയാണെങ്കിലും ഞാൻ ചിലരോട് ദൂത് പറയുന്നു, ദൈവദാസന്മാരെ, ശുശ്രൂഷകരെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, യൗവനക്കാരാ, യൗവനക്കാരത്തി, നീ തളർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം, നിന്റെ തലമുറ, നീ പ്രാർത്ഥിക്കുന്നത് വൃഥാവാകത്തില്ല. അത്ഭുതം ചെയ്യും.
വാക്യം ഒന്ന് പൂർത്തീകരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇനി അടുത്തത് 5-ാമത്തെ വാക്യം വായിച്ചു. അവൻ അവരോട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു. യേശു ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. മരുഭൂമിയാണ്, ശരിയാ. എന്തായാലും 3 ദിവസമായിട്ട് വന്നതല്ലേ. ഈ ആദ്യത്തെ ദിവസം കൊണ്ടുവന്ന വല്ലതും ഉണ്ടോ? അത് മറന്നുപോയി അവിടെ ഇരിക്കുന്നതായിരിക്കാം. എന്തെങ്കിലും അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? അവരെന്താ ആൻസർ പറഞ്ഞേ? 7 എന്നവർ പറഞ്ഞു. അവര് പറഞ്ഞു 7 അപ്പം. എത്ര? 7. ഉറക്കെ പറ, 7. സൺഡേ സ്കൂൾ മക്കളെന്ന് പറഞ്ഞു എത്ര? ഓർമ്മയുണ്ട്, 7 അപ്പം. അടുത്തത്. അവൻ പുരുഷാരത്തോടെ നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. കർത്താവ് പുരുഷാരത്തോട് എന്ത് പറയുന്നു? നിലത്തിരിപ്പാൻ. നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവൻ പുരുഷാരത്തിനെ വിളമ്പി. ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. കുറച്ച് ചെറിയ മീനും ഉണ്ടായിരുന്നു. 7 അപ്പം ഉണ്ടായിരുന്നു. അത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു. കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചതിന്. ഉള്ളത് ചെറുതാ, അങ്ങ് കർത്താവ് അനുഗ്രഹിക്കും. ഉള്ളത് ചെറുതാ, പക്ഷെ ദൈവസന്നിധി കൊടുത്താൽ ദൈവം എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനോടൊരു ദൂത് പറയാം. ഉള്ളത് ചെറുതാണെങ്കിലും അപ്പന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചോ. അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് അത് കൊടുത്തു കഴിഞ്ഞപ്പോ കുറച്ച് ചെറിയ മീനുണ്ടായിരുന്നു. എന്തോ മീനാ? ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അത് അവനെടുത്ത് അനുഗ്രഹിച്ചിട്ട് വിളമ്പാൻ പറഞ്ഞു. അവർ തിന്ന് തൃപ്തരായി. ഈ അവർ ആര്? ഈ 3 ദിവസമായി ഉണ്ടായിരുന്ന കൂട്ടരി മുഴുവൻ തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. 7 കൊട്ട, നമ്മുടെ 7 ബാസ്കറ്റും കൂടെ ബാക്കി എന്ത് ചെയ്തു? നിറച്ചെടുത്തു. ഇത് ആരാ, എത്ര പേരാ കഴിച്ചത്? അവർ ഏകദേശം 4000 പേരായിരുന്നു. 4000 പേര് 7 അപ്പം കഴിച്ചു. 4000 പേര് 7 അപ്പം കഴിച്ചു. വിവാഹിച്ചു കൊടുക്കുന്നു നല്ലത്, തീരുന്നില്ല. എല്ലാരും കഴിക്കുന്നു, തൃപ്തിയാകുന്നു. ബാക്കി 7 കോട്ടയ്ക്കകത്ത് നിറച്ചു വെച്ചിട്ടു. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാൽ കണ്ടോ. അപ്പൊ ഈ 7 കൊട്ട നിറച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ധാരാളമായി ലഭിച്ചു. ശേഷിപ്പാണ് 7 കൊട്ട. അങ്ങനാണെങ്കിൽ ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയോട് ചേർന്നിരുന്നാൽ നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സങ്കീർത്തനം Psalms 27:4. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയുടെ ഒരു കാര്യം, എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ച്, സങ്കീർത്തനം 24. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ ഒറ്റ കാര്യം, ദൈവസന്നിധിയോട്